ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതുന്ന ഒരാളുണ്ടായിരുന്നു. എഴുത്തും കുത്തുമൊക്കെ ചെയ്യുന്ന കുറെ ആളെ കൂട്ടത്തില് ചില എഴുത്തുകളൊക്കെ അയാൾ ഏൽപ്പിച്ചു. അങ്ങനത്തെ ഒരാൾ എന്തോ അദബ് കേട് കാണിച്ചപ്പോ നബി തങ്ങൾ അയാൾ നീക്കി. സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോ അയാൾ രാജിവെച്ചു. അങ്ങനെയുണ്ട്, അതൊക്കെ പണ്ടേ ഉള്ളതാണ്. രാജിവെച്ച് എന്ന് മാത്രല്ല, പിന്നെ ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പ്രസംഗിച്ച് നടക്കാൻ തുടങ്ങി. എല്ലാ നാട്ടിലും പോയിട്ട് ഞാൻ കൂടെ കടന്നവനാണ്, എനിക്ക് അനുഭവമാണ് ഞാൻ പറയണത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നബി തങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട് നടന്നു. ഈ വാർത്ത അള്ളാന്റെ ഹബീബിന്റെ കാതിലെത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, അവൻ എടുക്കാ ചരക്കായി മാറും, ആരും അവനെ സ്വീകരിക്കൂല. എത്രത്തോളം? ഫഇന്നഹു ലാ തഖ്ബലുൽ അർള്, മനുഷ്യൻ മാത്രമല്ല, ജിന്ന് മാത്രമല്ല, ഇതാ ഭൂമി പോലും ആ മനുഷ്യനെ സ്വീകരിക്കൂല. ഏത് മാലിന്യത്തെയും സ്വീകരിക്കുന്ന സാധനമാണല്ലോ ഭൂമി, അല്ലെ? ഏത് ചത്തവും ചീഞ്ഞ ഒരു കൊയ്യിച്ചാട്ടിട്ട് കൊടുത്താൽ ഭൂമി ഓനെ പരുവത്തിലാക്കും. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയാണ്, ഈ മനുഷ്യനെ ഭൂമി പോലും സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കവേ ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പ്രചാരണ പരിപാടി നടത്തുന്നതിന്റെ ഇടയിൽ മരിച്ചു. മരണപ്പെട്ടു എന്ന് കേട്ടപ്പം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിൽ നിന്ന് മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഈ മനുഷ്യൻ മരിച്ച നാട്ടിലേക്ക് പുറപ്പെട്ടു. ഇയാളെ അവസ്ഥ അറിയണല്ലോ, നബിതങ്ങൾ പറയണേ ഇയാളെ ഭൂമി പോലും സ്വീകരിക്കൂല. അങ്ങനെ ചെന്നു നോക്കുമ്പോൾ ഫവജദഹു മംബൂദാ, ഇയാളെ കാണുന്നത് വലിച്ചെറിയപ്പെട്ട വിധത്തിലാണ്. നമ്മളൊരാളെങ്ങനെ വലിച്ചെറിഞ്ഞാൽ എങ്ങനെ ഉണ്ടായ? ഒരടക്കല്ലാത്ത കിടത്തേക്കില്ല, കൈ അങ്ങോട്ട് കാലിങ്ങോട്ട് ഇങ്ങനെയല്ല ഉണ്ടായ. മരിച്ച ഒരാളെ കിടത്തിയാൽ അതിനൊരു ലെവൽ ഉണ്ടാവും, വലിച്ചെറിഞ്ഞാല് എങ്ങനെ ഉണ്ടാവും? ആ മാതിരി ഉണ്ട് ഇയാളിങ്ങനെ കിടക്കണം. അപ്പൊ മഹാനവറുകൾ നാട്ടുകാരോട് ചോദിച്ചു, എന്താണ് ഇയാളെ അവസ്ഥ? അപ്പൊ നാട്ടുകാര് പറഞ്ഞു, ദഫന്നാഹു മിറാറാ ഫലം തഖ്ബലുഹുൽ അർള്, ഒരുപാട് തവണ ഞങ്ങൾ ഇയാളെ പിടിച്ച് കബറടക്കി നോക്കി, പക്ഷേ ഭൂമി അയാളെ സ്വീകരിക്കുന്നില്ല. ഞങ്ങള് കബറിൽ വെക്കും, ഭൂമി ഭൂം എന്ന് പറഞ്ഞ ഇയാളെ പുറത്ത് കയറി. ഇതാണ് അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞത് അപ്പടി പുലർന്ന് അത് അനുഭവിച്ച മഹാത്മാക്കളായ സ്വഹാബത്തിന് പിന്നെ വല്ല സംശയമുണ്ടോ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലാണെന്നല്ലേ? ആ നബി തങ്ങൾ എന്തും പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അതുപോലെ നടക്കും എന്നവർക്ക് ഉറപ്പാവൂലേ? അപ്പൊ അതാണ് നമ്മളെ കൽബിൽ ആദ്യം ബോധ്യപ്പെടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് അത് ബോധ്യം വരാതെ ഈമാനിന്റെ വെളിച്ചം നമ്മളെ കൽബിലേക്ക് കടക്കൂല. അതിന് നബിതങ്ങളുമായി നമ്മൾ നന്നായി അടുക്കണം. നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് അവിടുന്ന് എന്നാണോ നമ്മളെ വിചാരം? വല്ലാഹി സുമ്മ വല്ലാഹി നമുക്ക് ഈമാന്റെ മധുരം നുകരാൻ കഴിയില്ല. നബിതങ്ങളെ പ്രസ്ഥാനം നല്ലൊരു പ്രസ്ഥാനാണ്, അതിന് നല്ല ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയാം. പക്ഷെ അത് ഈമാനല്ല. ഈമാൻ കൽബിൽ നമുക്ക് ആ വിശ്വാസം വരണം. ആ വിശ്വാസം വരണം. അത് വരണമെങ്കിൽ റിസാലത്ത് ബോധ്യം വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും തബൂക്കിലെത്തിയപ്പോൾ 10-30,000 സൈനികരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനം പറഞ്ഞു, സതഹുബ്ബുൽ ലൈലത റീഹുൻ ശദീദ്, ഇന്നത്തെ രാത്രി കഠിനമായ കാറ്റടിക്കും. നബി തങ്ങൾ പ്രവചിക്കാണ്. നമ്മളെ ഈ കാലാവസ്ഥാ പ്രവാചകന്മാരുടെ മാതിരിയല്ല, അത് നമ്മൾ സാധാരണ കാണുന്ന ഒന്നാണ്. ഇപ്പൊ റൂമിന്റെ ഉള്ളിലാണ് ഉമ്മയും ബാപ്പിയൊക്കെ ഉള്ളത്, പുറത്ത് മക്കളുണ്ടെങ്കിൽ മക്കള് വിളിച്ചറിയുമ്പേ മഴ വരുന്നുണ്ട്, അലക്കതൊക്കെ എടുത്തു വെച്ചാളി. അതെന്തുകൊണ്ടാ? ഓന് മഴക്കാറും കാറ്റും ഒക്കെ കാണുന്നുണ്ട്, നമ്മൾ റൂമൊന്നും കാണുന്നില്ല. അപ്പൊ പ്രവാചകനായിട്ടല്ലോ അതിന്റെ അടയാളം ശരിക്കും കണ്ടിട്ട് പറഞ്ഞത്. കാലാവസ്ഥാ നിരീക്ഷകന്മാര് അവരെ കയ്യിൽ ഉപകരണം വെച്ച് അറബിക്കടലിൽ നോക്കിയാല് കുറച്ചുകൂടി അപ്പുറത്തുനിന്ന് വലിയ മഴക്കാർ വരുന്ന കാണാം. അപ്പോൾ പറയും നാളെ നല്ല മഴ ചെയ്യാൻ സാധ്യത ഉണ്ട്, കാരണം മഴക്കാർ നാളെ നമ്മൾ ഇവിടെ എത്തുന്നുള്ളത് ഏകദേശം ഓൽക്ക് നിരീക്ഷിച്ച് പറയാൻ പറ്റും. പക്ഷെ പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് കൂടെ പറയും. എന്തിനാ? ചിലപ്പോ അത് ബംഗാളിലോട് പോയി എന്നറിയും, അങ്ങനെ സംഭവിക്കാം. അതാണ് ആ പ്രവചനം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല, അത് പറഞ്ഞതാ. ഇന്ന് കാറ്റടിക്കും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, കാറ്റടിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടകങ്ങളുള്ളവരെല്ലാം അതിനെ ഭദ്രമായി കെട്ടിയിട്ടോളും. കാറ്റടിക്കാൻ തുടങ്ങിയാൽ
എല്ലാവരും നിലത്ത് അമർന്നു കിടക്കണം. കാറ്റ് തീരുന്നത് വരെ ആരും തലപൊക്കരുത്. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. സ്വഹാബത്ത് പറയുന്നു, അവിടുന്ന് പ്രവചിച്ചതുപോലെ തബൂക്കിൽ രാത്രിയായപ്പം അതികഠിനമായ കാറ്റടിച്ചു. പറഞ്ഞതുപോലെ ഞങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വഹാബത്ത് നിലത്ത് അമർന്നു കിടന്നു. എന്നാൽ ഒരാള് എന്തോ അറിഞ്ഞില്ല, ഒന്ന് തലവൊക്കി. നമ്മൾ ഈ മർക്കസ് സമ്മേളനത്തിനൊക്കെ പോയാലും മഗ്‌രിബിന് ജമാഅത്ത് നിസ്കാരം നടക്കും, പതിനായിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച്. ഇത്രയും ആള് സുജൂദ് ചെയ്യണൊക്കെ കാണാൻ നല്ലൊരു സുഖമുണ്ട്. അപ്പൊ ചില ആൾക്കാർ നിസ്കാരത്തിൽ നിന്ന് വേഗം നീച്ചു വെക്കും, സുജൂദ് കാണാൻ. നിസ്കാരം പോത്തിരാവും. അങ്ങനെ ഉദ്ദേശിച്ച് നീച്ചാൽ ഇങ്ങനെയെന്ന് പറഞ്ഞൂടാ. ഒരു സ്വഹാബി തല പൊക്കിയതേ ഓർമ്മയുള്ളൂ. യമനിലെ ഒരു മലയിടുക്കിലാണ് പിന്നെ ആ സ്വഹാബി ചെന്ന് വീഴുന്നത്. കാറ്റ് പൊക്കിക്കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെ അനുഭവിക്കണം. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. മദീനയോടടുത്തെത്തിയ നേരത്തതാ മറ്റൊരു കാറ്റ് വരുന്നു. സ്വഹാബത്ത് ആ കാറ്റിനെ വിശേഷിപ്പിച്ചത് തക്കാദു അൻ തുദ്ഫന റവാകിബു. ഞങ്ങളെ വാഹനങ്ങളെയെല്ലാം മണൽ കൂനയിൽ മൂടിപ്പോകുമോ എന്ന് ഞങ്ങൾ ഭയന്നു. അങ്ങനത്തെ മണൽ കൊണ്ടുള്ള ചുഴലിക്കാറ്റ്. സൗദിയിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല ഭംഗിയുള്ള മണലിന്റെ മലകൾ. ഇത് കാറ്റുകൾ നിർമ്മിക്കുന്നതാണ്. നല്ല കാറ്റുകൾ മണലിനെ ചുരുട്ടിയെടുത്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കും. നല്ല സുന്ദരമായ മലയായിട്ട് മാറും. ചില സന്ദർഭങ്ങളിൽ യാത്ര പോകുന്ന മനുഷ്യരുടെയും ഒട്ടകങ്ങളുടെയും മേലിൽ ഇതുപോലെ വലിയ മണൽക്കൂന വന്ന് മൂടി അവര് ശ്വാസം മുട്ടി മരിച്ചുപോയ അനുഭവങ്ങളും ഉണ്ടത്രേ. അങ്ങനെ ധാരാളം ആളുകളുടെ ഫോസിലുകളും ഒക്കെ പിൽക്കാലത്ത് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് അപകടം പറ്റുമോ എന്ന് ഈ കാറ്റ് കണ്ടപ്പോ നമ്മൾ പേടിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, നിങ്ങൾ ആരും ഭയപ്പെടണ്ട. ഈ കാറ്റ് മദീനയിൽ ഒരു മുനാഫിഖിനെ കൊല്ലാൻ വേണ്ടി അള്ളാഹു അയച്ച കാറ്റാണ്. നിങ്ങൾ അപകടത്തിനുള്ള കാറ്റല്ല, അത് മദീനയിലാണ് ഇതിന്റെ അപകടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഉള്ളിലൂടെ കുത്തുന്ന മുനാഫിഖീങ്ങളാണ്. ഖൽബിൽ ഈമാൻ കയറുക എന്നുള്ള അള്ളാഹ് തരുന്ന ഒരു ഔദാര്യം. അത് ഇതൊന്നും കണ്ണോണ്ടൊന്നും കാര്യമില്ല. അള്ളാഹു നമ്മളെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ.